ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലിമ്മീസ് വ്ലോഗ്സ്. ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റിച്ചസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്. ഇത് മൂന്ന് ഉപയോഗിച്ച് നമുക്കൊരു ഡിസൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒരു വൈറ്റ് പോപ്ലിംഗ് ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലാദ്യം നിങ്ങൾ സ്റ്റിച്ച് കാണിച്ചതാണ്. അതിനുശേഷം ആ സ്റ്റിച്ച് ഉപയോഗിച്ച് എങ്ങനെ ഒരു ലോട്ടസ് നമുക്ക് റെഡിയാക്കാമെന്ന് നോക്കാം. ഇങ്ങനെ എംബ്രോയിഡറിയിൽ കുറേ സ്റ്റിച്ചസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പോലെയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തരുന്നത്. ഇങ്ങനെ ഓരോ സ്റ്റിച്ചസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ ഡ്രസ്സിൽ നമുക്കൊരു ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ എല്ലാവർക്കും സ്വന്തം ഡ്രസ്സിൽ ഡിസൈൻ ചെയ്ത് കാണുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാനിപ്പോൾ കറൻ്റിൽ ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീഷർട്ട്സ് കാണുന്നുണ്ടോ? അതിൽ ഞാനൊരു ഫാബ്രിക് പെയിൻ്റാണ് ചെയ്യുന്നത്. ഒരു ചെറിയ ഫ്ലവേഴ്സിൻ്റെ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു യോക്ക് പോർഷനാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എൻ്റെ കൂടെ തന്നെ അവസാനം വരെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഡ്രസ്സ് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഷോപ്പിലൊന്നും കൊടുത്ത് നമ്മൾ സമയം കളയേണ്ടതും പൈസ കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് പോകാം വീഡിയോയിലേക്ക്. നമുക്ക് ആദ്യം തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. സൂചി അടിയിൽ നിന്ന് കുത്തി മുകളിലേക്ക് വലിച്ചെടുക്കുന്നു, വീണ്ടും താഴേക്ക് കുത്തുന്നു. ആ കുത്തുന്നൊരു അളവില്ലേ, അതേ അളവിൽ ഡിസ്റ്റൻസിൽ തന്നെ ഗ്യാപ്പ് വിട്ട് നമുക്ക് വീണ്ടും മുകളിലേക്ക് കുത്തിയെടുക്കാം. അടുത്തല്ല, ആ നൂലിൻ്റെ അതേ ഡിസ്റ്റൻസിൽ, അതേ വീതിയിൽ തന്നെ നമുക്ക് കുത്തിയെടുക്കാം. വീണ്ടും ഇതേപോലെ താഴേക്ക്. ഇങ്ങനെ ഒരേപോലെ ഗ്യാപ്പ് വിട്ട് നമ്മൾ ചെയ്യുന്നതിനാണ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. എപ്പോഴും താഴേക്ക് കുത്തി മുകളിലേക്ക് അങ്ങനെ എടുക്കണമെന്നില്ല. ഒരേ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് ഇപ്പം ഞാൻ ചെയ്യുന്ന കണ്ടില്ലേ, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം അങ്ങനെ താഴേക്ക് കുത്തുന്നു, വീണ്ടും അടിയിൽ നിന്ന് മുകളിലേക്ക് കയറ്റുന്നു, അങ്ങനെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ റണ്ണിങ് സ്റ്റിച്ച് തീർക്കാനായിട്ട് കഴിയും. അടുത്തത് നമുക്ക് ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആ വരയുടെ ആദ്യം തന്നെയല്ല നമ്മൾ സൂചി മുകളിലേക്ക് എടുക്കേണ്ടത്. കുറച്ച് മുൻപോട്ട് എടുത്തിട്ട് സൂചി മുകളിലേക്ക് നൂല് കോർത്തെടുക്കുക. വീണ്ടും പുറകോട്ട് നമ്മൾ ആദ്യമേ പോയിന്റ് ചെയ്യുന്നത് എവിടെയാണോ ആ താഴേക്ക് നമ്മൾ കുത്തുക. വീണ്ടും ആ നൂലിന്റെ അതേ വീതിക്ക് ഡിസ്റ്റൻസ് ഇട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടിയിൽ നിന്ന് സൂചി മുകളിലേക്ക് എടുക്കുക. വീണ്ടും പുറകോട്ട് വെച്ച് പുറകോട്ട് കുത്തുക. ഇത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുന്നിൽ കുത്തി സൂചി മുകളിലേക്ക് നൂലെടുക്കുന്നു, നമ്മൾ വീണ്ടും പുറകോട്ട് കുത്തി അടിയിലേക്ക് വലിക്കുന്നു. മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് തീർക്കാവുന്നതാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ചും ഇതേ മെത്തേഡിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ കഴിയുന്നതാണ്. നിങ്ങളും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ എപ്പോഴും താഴേക്ക് സൂചി എടുത്ത് മുകളിലേക്ക് കുത്തുമ്പോൾ ഒരുപാട് സമയം നമുക്ക് നഷ്ടമാകും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പൊ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നേ നോക്കാം. നമ്മൾ സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് വലിച്ചെടുത്ത് നൂല് വലിച്ചെടുക്കുമ്പോൾ ഈ എടുക്കുന്ന നൂല് ഇതിന്റെ അകത്തോടെ, ഈ നൂലിന്റെ അകത്തോടെ വേണം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ ചെയിൻ സ്റ്റിച്ച് ചെയിനായിട്ട് നമുക്ക് കിട്ടുന്നത്. വീണ്ടും നമ്മൾ ആ ഒരു ചെയിൻ വന്നിട്ടില്ലേ, അതിന്റെ അകത്ത് കുത്തുന്നു. അതിന്റെ അകത്ത് കുത്തിയിട്ട് കുറച്ച് ഗ്യാപ്പ് മുകളിലേക്ക് കുറച്ച് വിട്ട് നമ്മൾ വീണ്ടും വലിച്ചെടുക്കുന്നു. അപ്പോഴെല്ലാം ഈ ഒരു ത്രെഡിന്റെ ഉള്ളിൽ കൂടെ വേണം വലിച്ച് സൂചി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്രമാണ് ഈ ചെയിൻ ആയിട്ടുള്ള സ്റ്റിച്ച് രൂപപ്പെടുന്നത്.
ചെയിൻ സ്റ്റിച്ച് അറിയാത്തവർക്ക് കാണുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും. അങ്ങനെയൊന്നുമല്ല, വളരെ ഈസിയാണ്. നിങ്ങൾക്കൊരു ചെറിയൊരു ക്ലോത്ത് എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ അങ്ങനെ 3 സ്റ്റിച്ചസും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി 3 സ്റ്റിച്ചസും യൂസ് ചെയ്തിട്ട് ഈ ലോട്ടസ്, ഈ താമരയുടെ ഓരോ ഇതളുകളും ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ഈ മുകളിലേക്ക് കാണുന്ന എല്ലാ പെറ്റൽസുമാണ് ഞാൻ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാൻ നോക്കുന്നത്. ഇതിപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ നമ്മുടെ ത്രെഡ് തീർന്നു പോയി. അപ്പം നമ്മൾ ഈസി ആയിട്ട് ഞാനിപ്പോൾ രണ്ടൊരു സൂചിയിലേക്ക് കോർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തത് എടുക്കാമല്ലോ. ലോട്ടസിൻ്റെ എല്ലാ പെറ്റൽസും ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അടുത്തത് കാണിക്കാൻ ഞാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അകം നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. അടുത്തത് റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നൂല് അടിയിലേക്ക് വലിച്ചെടുക്കുന്നുമില്ല, മുകളിലേക്ക് വലിച്ചെടുക്കുന്നുമില്ല. കണ്ടിന്യൂ ആയിട്ട് ആ ഫാബ്രിക്കിൽ കൂടെ ഇങ്ങനെ കുത്തി കുത്തി പോവുകയാണ് ഒരേ ഡിസ്റ്റൻസ് ഇട്ട്. അതാണ് കുറച്ചും കൂടി ഈസി. ഇങ്ങനെ ഓരോ പെറ്റൽസിൻ്റെയും നടുവിൽ ആദ്യം ചെയ്തതിന് ശേഷം ആ ഒരു കെർവിൽ തന്നെ ചെയ്യണം. ഓരോ ഇതിലും ഏത് ദിശയിലേക്കാണ് ഇരിക്കുന്നത് ആ ഒരു കെർവിൽ തന്നെയാണ് ഞാൻ ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം ഓരോ പെറ്റൽസിൻ്റെയും നടുക്കോടെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതിനുശേഷം ഇത് ടോട്ടലായിട്ട് ഈ റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യും.
മുകളിലെ എല്ലാ പെറ്റൽസും നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനിയും താഴേക്കുള്ള പെറ്റൽസ് ഞാൻ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അതിൽ ചെയിൻ സ്റ്റിച്ചും കൊടുക്കുന്നില്ല, റണ്ണിങ് സ്റ്റിച്ചും കൊടുക്കുന്നില്ല. ബാക്ക് സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്ത് അത് ഫില്ല് ചെയ്യുകയാണ്. അതിനുവേണ്ടിയിട്ട് ആദ്യം പെറ്റൽസിന്റെ ഔട്ടർ ലൈനില്ലേ, അത് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്ത് ഫില്ല് ചെയ്യുന്ന ഓരോന്നും. അതിനുശേഷമാണ് അകത്തുള്ളത് നമ്മൾ ഫില്ല് ചെയ്ത് തീർക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത്. ചെയിൻ സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്ത് ഔട്ടർ ഫില്ലിംഗ് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റണ്ണിങ് മെറ്റീരിയൽ വാങ്ങി അതിന്റെ കോൺട്രാസ്റ്റ് കളർ ത്രെഡും വാങ്ങുക. എന്നിട്ട് ഒരു ഡിസൈൻ നമ്മൾ ഫാബ്രിക്കിലേക്ക് കൊടുത്ത് അതിന്റെ ഔട്ടർ മാത്രം നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. നല്ലൊരു എലഗൻ ലുക്ക് ആയിരിക്കും. എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് നോക്കിയേ, നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മുടെ ലോട്ടസ് റെഡി. ഓക്കെ, നാളെ നമുക്കിനി വേറൊരു ഡിസൈൻ ആയിട്ട് നമുക്ക് വരാം. ലോട്ടസിന്റെ ഔട്ടർ ഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. എല്ലാ വശവും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ മോൾ ഭാഗത്തുള്ള പെറ്റൽസ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. അകത്തതാണ് റണ്ണിങ് സ്റ്റിച്ച് ഈ മോൾ ഭാഗം. എന്നാൽ താഴത്തേക്ക് വരുമ്പോൾ ഞാൻ ഫുള്ളായിട്ട് ടോട്ടൽ ചെയ്തിട്ടുള്ള ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. നാളെ പുതിയൊരു വീഡിയോ നാളേക്കാണ്. ബൈ.